ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് അനുസരിച്ചുള്ള സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി. ഞങ്ങളൊന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. അപ്പം ഇത് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു കൃതിയുടെ കമാൻഡർ അഭിലാഷ് ടോമിയുടെ കൃതിയാണ് കേട്ടോ. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന് പറയുന്ന കൃതി. അതിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിക്കും. അത് നമ്മുടെ കമാൻഡറായ അഭിലാഷ് ടോമിയുടെ കൃതിയാണ് ഈ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. അപ്പോൾ അതിൽ ഇവിടെ എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാ അനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ, അപ്പോൾ അദ്ദേഹം യാത്ര പുറപ്പെട്ട കപ്പലിൻ്റെ പേരുണ്ട്. ഏതാണ്? മാതേയി എന്ന് പറയുന്ന പായ്ക്കപ്പലിലാണ് അദ്ദേഹം പോയത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ്, പായ്ക്കപ്പലാണ് മാതേയി എന്ന് പറയുന്നത്. ഈ പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് നമ്മുടെ സ്വന്തം അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്നതുപോലെ നമുക്കും ഒരു ലോകസഞ്ചാരം നടത്തിയാലോ. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഒരു ലോക സഞ്ചാരമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പം നമ്മുടെ അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ്ക്കപ്പലിൻ്റെ പേര് അത് ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ്. ആ പായ്ക്കപ്പലിൻ്റെ പേരാണ് മാതേയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ പായ്ക്കപ്പലിൽ അദ്ദേഹം ഒറ്റയ്ക്ക്, വേറെ ആരും കൂടെയോ തുണയോ ഒന്നുമില്ല, ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനാണ്, ആദ്യ മലയാളിയാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ആളാണ് നമ്മുടെ അഭിലാഷ് ടോമി എന്ന് പറയുന്നത്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. അപ്പോൾ എന്താണ് ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. അപ്പോൾ ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതയെ പറയുന്നത് മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. ഓരോ ഭൂഖണ്ഡത്തിനും തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട്. അപ്പോൾ ഓരോ ഭൂഖണ്ഡത്തിനും അവരുടേതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുണ്ട്. അവയാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. എന്തൊക്കെ സവിശേഷതയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ കുറച്ച് ഭൂഖണ്ഡങ്ങൾ തന്നിട്ടുണ്ട്. ആ ഭൂഖണ്ഡങ്ങളുടെ പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഭൂഖണ്ഡങ്ങളെയും ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. എന്തൊക്കെയാണ്? ഓരോന്നും ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ കാണുന്ന
ഈ കാണുന്ന ഭൂഖണ്ഡം ഇവിടെയായിട്ട് വരുന്നതാണ് യൂറോപ്പ്. അപ്പോൾ അതാണ് എന്ത് നമ്മൾ പറയുന്ന യൂറോപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂറോപ്പാണ് അത്. ഇനിയോ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഏഷ്യ. ഇതാണ് ഏഷ്യ ഭൂഖണ്ഡം. ഇനി ഒന്ന് മുകളിലോട്ടാക്കാം. ഇവിടെയാണ് അടുത്ത് ഈ കാണിച്ചിരിക്കുന്ന ഇതാണ് ആഫ്രിക്ക. ഇവിടെയായിട്ട് നമ്മുടെ അന്റാർട്ടിക്കയാണ് കേട്ടോ. അന്റാർട്ടിക്ക വരും. ഇനി ഈ കാണുന്നതാണ് തെക്കേ അമേരിക്ക. സോറി, ഇത് ഓസ്ട്രേലിയ ആണ് കേട്ടോ, തെറ്റിപ്പോയി. ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഇതാണ് അന്റാർട്ടിക്ക. ഇവിടെയാണ് അന്റാർട്ടിക്ക. ഇത് നമ്മുടെ ഓസ്ട്രേലിയ. ഈ കാണുന്നത് ഓസ്ട്രേലിയ. ഇനി ഇത് നമ്മൾ പറഞ്ഞു തെക്കേ അമേരിക്ക. ഇവിടെ കാണുന്നതാണ് വടക്കേ അമേരിക്ക. ഈ കാണുന്നത് വടക്കേ അമേരിക്കയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഭൂഖണ്ഡങ്ങൾ കുറച്ചുകൂടെ ഇത് നമ്മൾ ആ ഒരു ഗ്ലോബിൻ്റെ അതേ സൈസാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ യൂറോപ്പ്. ഇവിടെ വരുമ്പം ഏഷ്യ. ഇവിടെ വന്നിട്ട് ഏതാണ് നമ്മുടെ ആഫ്രിക്കയാണ്. ഈ കാണുന്നതാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഇനി ഇത് ഓസ്ട്രേലിയ, ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായ ഓസ്ട്രേലിയയാണ് ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വടക്കേ അമേരിക്കയാണ്. ഈ കാണുന്നത് തെക്കേ അമേരിക്കയാണ്. അപ്പോൾ ഇവിടെ തെക്കേ അമേരിക്ക വരും. ഇനി ഈ കാണുന്ന മഞ്ഞ് മൂടിക്കിടക്കുന്ന ഇതാണ് നമ്മുടെ അന്റാർട്ടിക്ക. ഇങ്ങനെ 7 ഭൂഖണ്ഡങ്ങളാണ് നമ്മുടെ ലോകത്ത് ഉള്ളത്. ഇനി നോക്കിയേ, വലിപ്പത്തിൽ ഒന്നാമൻ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏഷ്യ. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. അപ്പം നമ്മുടെ രാജ്യം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, ഇന്ത്യയാണ്. ഈ ഇന്ത്യ ഉൾപ്പെടുന്ന ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഏഷ്യയാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. അപ്പം നമ്മുടെ ഭൂമിയുടെ കരഭാഗം എടുക്കുകയാണെങ്കിൽ അതിൽ 1/3 എവിടെയാ ഉൾക്കൊള്ളുന്നത്? ഏത് ഭൂഖണ്ഡത്തിലാണ്? ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലാണ്. ഇനി ഇവിടെ അതിരുകൾ, ഭൂപടം നിരീക്ഷിച്ച് ഏഷ്യയുടെ അതിരുകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ഈ ഭൂപടം നമ്മൾ നിരീക്ഷിച്ചിട്ട് ഏഷ്യയുടെ അതിരുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ ഇതാണ് ഏഷ്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് ചേർന്ന് യൂറോപ്പുണ്ട്, അതിന് തൊട്ട് ചേർന്ന് ആഫ്രിക്കയുണ്ട്. ഇനി അതിന് ചേർന്നിട്ട് എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. അതുപോലെ അതിന് കിഴക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് എന്താണ്? പസഫിക് സമുദ്രം ഉണ്ട്. അതുപോലെ വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്? അവിടെ ആർട്ടിക് സമുദ്രമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഏഷ്യയുടെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത്, അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് വിശദമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ ഇവിടെ എല്ലാ കോണ്ടിനെൻറ്റിനെ കുറിച്ചും വിശാലമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഏഷ്യ ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വലിപ്പത്തിൽ ആഫ്രിക്ക, അത് കഴിഞ്ഞ് വരുന്നത് യൂറോപ്പ് വരുന്നുണ്ട്, പിന്നെ ഏതാണ്? അന്റാർട്ടിക്ക വരുന്നുണ്ട്, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. ഇങ്ങനെയാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ അതിരുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിഴക്ക് ഭാഗത്തായിട്ട് ഏതാണ്? കിഴക്ക് ഭാഗത്തായിട്ടാണ് പസഫിക് സമുദ്രമുള്ളത്. അപ്പോൾ നമ്മുടെ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് എന്തുണ്ട്? പസഫിക് സമുദ്രമുണ്ട്. ആഫ്രിക്കയുടെ ഏഷ്യയുടെ തെക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ
മഹാസമുദ്രം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാം പടിഞ്ഞാറ് ഏതാണ്? യൂറോപ്പാണ് അതിൽ വരുന്നത്. ഇനി വടക്ക് ഭാഗത്തായിട്ട് എന്ത് വരുന്നു? വടക്ക് ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രമാണ്. വടക്ക് ആർട്ടിക് സമുദ്രം. തെക്ക് ഭാഗത്ത് ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇങ്ങനെയാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഈ ഒരു ഭൂഖണ്ഡത്തിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും ഏഷ്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തെ അതിർത്തി ഏതാണ്? വടക്ക് ഭാഗത്ത് ചോദിച്ചാൽ ആർട്ടിക് സമുദ്രമാണ്. ഇനി തെക്ക് ഭാഗത്തെ അതിർത്തി ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി നമ്മളോട് ചോദിക്കും കിഴക്ക് ഭാഗത്തെ അതിർത്തി ഏതാണ്? പസഫിക് സമുദ്രമാണ്. പിന്നെയോ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? യൂറോപ്പാണ്. പടിഞ്ഞാറ് യൂറോപ്പാണ്. അപ്പോൾ ഇത്രയും ഒന്നോർത്ത് വയ്ക്കുക. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തിയുള്ളത്? അപ്പോൾ ഏഷ്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് കര അതിർത്തി? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കര അതിർത്തി എന്ന് പറയുമ്പം ഒരു സ്ഥലത്ത് മാത്രമാണ് കര അതിർത്തി വരുന്നത്. അത് പടിഞ്ഞാറ് ഭാഗത്താണ്. ആ കര അതിർത്തി ഏതാ? യൂറോപ്പാണ് ആ പറയുന്ന കര അതിർത്തി എന്ന് പറയുന്നത്. ഇനി ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പോൾ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറെന്ന് പറയുന്ന അതിർത്തിയായിട്ട് വരുന്ന ഏതാണ്? യൂറോപ്പാണ്. അപ്പോൾ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അതിർത്തി അവിടെ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ പേരാണ് യൂറാൽ പർവ്വതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂറാൽ പർവ്വത നിരകളാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന. അപ്പോൾ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യൂറാൽ പർവ്വതനിരയാണ്. ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്കിനി പരിചയപ്പെടാം. അപ്പം നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത്. അപ്പോൾ അവിടെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? എവറസ്റ്റ് കൊടുമുടിയാണ്. ഇനി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏതാണ്? ഹിമാലയ പർവ്വതം. ഈ ഹിമാലയ പർവ്വതവും എവറസ്റ്റും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏഷ്യയിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെ? അറ്റ്ലസ് ഉപയോഗിച്ച് ഹിമാലയ പർവ്വതത്തിൻ്റെയും മറ്റ് പർവ്വതങ്ങളുടെയും സ്ഥാനം കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം നന്ദാദേവി, നംഗപർവ്വതം, കാഞ്ചൻജംഗ, മൗണ്ട് കേട്ടു. ഇതൊക്കെ ഏഷ്യയിലെ മറ്റ് പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. അപ്പോൾ ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പർവ്വതങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, സമതലങ്ങൾ, പീഠഭൂമികൾ ഇവയൊക്കെ വരും. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു. ഏഷ്യയിലൂടെ ധാരാളം നദികൾ ഒഴുകുന്നുണ്ട്. അങ്ങനെ ഏഷ്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമേറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആ നദിയുടെ പേരാണ് യാങ്സി നദിയാണ് ഏഷ്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. യാങ്സി നദി എവിടെയാണ്? യാങ്സി നദി ചൈനയിലാണ്. ഇനി മരുഭൂമികളെക്കുറിച്ച് നമ്മൾ പറയുന്നു. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവ എന്താണ്? ശീത മരുഭൂമികളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ മരുഭൂമികളെ തന്നെ നമ്മൾ അത്യുഷ്ണം അനുഭവപ്പെടുന്ന മരുഭൂമികളാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ്? നമ്മുടെ ഉഷ്ണ മരുഭൂമി എന്ന് പറയും. അതിശൈത്യം അനുഭവിക്കുന്ന മരുഭൂമിയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ശീത മരുഭൂമി എന്നും പറയും. അപ്പോൾ ഇവിടെ ശീത മരുഭൂമിയും തന്നിട്ടുണ്ട്, ഉഷ്ണ മരുഭൂമിയും തന്നിട്ടുണ്ട്. ഇനി ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ശീത മരുഭൂമിക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാം ഗോബി മരുഭൂമിയാണ്. ഗോബി മരുഭൂമി. ഈ ഗോബി മരുഭൂമി മംഗോളിയയ്ക്കും ചൈനയ്ക്കും ഇടയിലായിട്ടാണ് ഈ ഗോബി മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ മംഗോളിയയുടെയും ചൈനയുടെയും ഭാഗമായിട്ടൊക്കെ വരുന്ന മരുഭൂമിയാണ് ശീത മരുഭൂമിയായ ഗോബി മരുഭൂമി. ഇനി ഉഷ്ണ മരുഭൂമിക്ക് ഉദാഹരണം നമ്മുടെ ഥാർ മരുഭൂമിയാണ്. ഥാർ മരുഭൂമി എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യയിലാണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് സമതലങ്ങളെ കുറിച്ചാണ്. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലഭൂയിഷ്ടങ്ങളാണ്. അപ്പോൾ സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമതലമാണ് ഗംഗാ സമതലം. അതുപോലെ ഗംഗാ സമതലമുണ്ട്. പിന്നെന്താണ്, നമ്മുടെ സിന്ധു നദീതലം ഉൾക്കൊള്ളുന്ന സമതലമുണ്ട്. അതുപോലെ ബ്രഹ്മപുത്ര സമതലമുണ്ട്. ഇങ്ങനെ സമതലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് പീഠഭൂമികളാണ്. പീഠഭൂമികൾ നോക്കാം. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വ്യത്യസ്ത വിസ്തൃത പ്രദേശങ്ങളാണ് പീഠഭൂമികൾ. അപ്പോൾ പീഠഭൂമികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതായിരിക്കും. ഇനി താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയ വിസ്തൃത ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഇനി ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളുടെ ചിത്രങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹിമാലയം നമുക്കറിയാം എന്താണ്, പർവ്വതത്തിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പർവ്വതത്തിൽ വരുന്നതാണ് ഹിമാലയം. ഇനി ലഡാക്ക് എന്താണ്, ശീത മരുഭൂമിക്ക് ഉദാഹരണമാണ് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്ക് എന്താണ്, ശീത മരുഭൂമിയാണ്. ലഡാക്ക് ശീത മരുഭൂമിയാണ്. അതുപോലെ യാങ്സി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഏഷ്യനിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഏഷ്യൻ വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറയുന്നത്, ഈ യാങ്സി താഴ്വര, യാങ്സി നദി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഈ മഞ്ചൂരിയൻ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു എക്കൽ സമതലമാണ്. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് ഒരു സമതലമാണ്. സമതലമാണ് മഞ്ചൂരിയൻ. ഇനി നോക്കിയേ, ധാറിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഉഷ്ണ മരുഭൂമിയാണ് ധാർ എന്ന് പറയുന്നത്, ഉഷ്ണ മരുഭൂമി. അപ്പോൾ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കാലാവസ്ഥയിലേക്കാണ്. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. അപ്പോൾ ഭൂപ്രകൃതി പറഞ്ഞ അതേപോലെ വൈവിധ്യമാർന്നതാണ് നമ്മുടെ ഏഷ്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താ പ്രത്യേകത, നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നതും വൈവിധ്യമാർന്നതാണ്. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്നാണ് കിടക്കുന്നത്. അവിടെ ധ്രുവപ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്, തണുപ്പ് കൂടിയ പ്രദേശങ്ങളാണ് ധ്രുവപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യയുടെ വടക്ക് ഭാഗത്തും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്, തണുപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. അപ്പോൾ കിഴക്ക് നമ്മൾ പഠിച്ചു ഇന്ത്യൻ മഹാസമുദ്രം, ഏഷ്യയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കിഴക്ക് പസഫിക് സമുദ്രമാണ് കിഴക്ക് ഭാഗത്ത് കേട്ടോ. ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് പസഫിക് സമുദ്രമാണ്. അപ്പോൾ അവിടെ സമുദ്ര സാമീപ്യമുള്ളതിനാൽ എന്ത് പ്രത്യേകതയാണ്, കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശമാണ് എവിടെയെന്ന് പറയുന്നത്, തെക്ക് ഭാഗത്തെന്ന് പറയുന്നത്. അവിടെ എന്താ പ്രത്യേകത, അവിടെ ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്.
മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? മരുഭൂമിയാണ്, മരുപ്രദേശമാണ്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ യൂറാൽ പർവ്വത നിരകളാണുള്ളതെന്ന് പറഞ്ഞു. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്നതാണ് യൂറാൽ പർവ്വത നിരയെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ എന്തുണ്ട്? മരുപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ഏഷ്യയുടെ ഓരോ പ്രത്യേകതകളും ഇവിടെ ഏഷ്യയെ തന്നിട്ടുണ്ട്. ഏഷ്യയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. നോക്കാം. സൈബീരിയ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം. ഇപ്പോൾ ഏഷ്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് സൈബീരിയ. അപ്പോൾ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? നമ്മുടെ സൈബീരിയയാണ്. സൈബീരിയ ഉൾപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിക്കാം. അതേതാണ്? നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? അറേബ്യൻ മരുഭൂമി അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ് അറേബ്യൻ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന മരുഭൂമി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അറേബ്യൻ മരുഭൂമിയാണ് ഏഷ്യയിലെ ഏറ്റവും ഉഷ്ണമുള്ള മരുഭൂമി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മൗസിൻഡ്രമാണ്. മൗസിൻഡ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻഡ്രം എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മൗസിൻഡ്രത്തിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഏഷ്യയുടെ പ്രത്യേകതകൾ. ഇനി നോക്കാം, സസ്യജന്തുജാലങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കാലാവസ്ഥ വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെയുള്ള സസ്യജന്തുജാലങ്ങളിലും ആ ഒരു വൈവിധ്യം നമുക്ക് കാണാം. ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങൾ ചിത്രം സഹിതം ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ഏഷ്യയിലെ ഒരു വലിയൊരു ഒരു പൂവാണ്, ഫ്ലവറാണ് ഏത്? റഫ്ലേഷ്യ. ഇനി അതുപോലെ പൂക്കൾ നീലക്കുറിഞ്ഞി ഏഷ്യയിലെ സസ്യങ്ങളാണ്. അതുപോലെ ഹിമപ്പുലി കാണാൻ പറ്റുന്ന എവിടെയാണ്? ഏഷ്യയിലാണ്. അതുപോലെ നമുക്ക് ചുവന്ന പാണ്ടയെയും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നോക്കാം, ഏഷ്യയിലെ ജനജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. അപ്പോൾ ലോകത്തെ ഭൂഖണ്ഡങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നിസ്സംശയം പറയാം, ഏഷ്യയാണ്. കാരണം ലോകത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയും തൊട്ടടുത്ത സ്ഥാനത്തുള്ള ചൈനയും ഒക്കെ ഉൾപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. ലോക ജനസംഖ്യയുടെ 60% ഏഷ്യയിലാണുള്ളത്. അപ്പോൾ ലോക ജനസംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 60% എവിടെയാ? നമ്മുടെ ഏഷ്യയിലാണ്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഏഷ്യയിൽ ഭൂരിഭാഗം ജനങ്ങളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരൊക്കെ എന്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ? അവരെല്ലാവരും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാ? അതും ഏഷ്യയാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഇവിടം. അപ്പോൾ മറ്റൊരു പ്രത്യേകത, വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് എന്ത്? നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. അപ്പോൾ ഏഷ്യയുടെ പ്രത്യേകത എങ്ങനെയാ? നമ്മൾ പറഞ്ഞു എന്താണ്? ഭാഷകളുടെയും മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയാണ് ഏഷ്യ എന്ന് പഠിച്ചു. അതുപോലെ എന്താണ്? ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ എവിടെയുണ്ട്? ഏഷ്യയിലുണ്ട്. ഇനി നോക്കിയേ, സാവന്നയും സഹാറയും കോങ്കോ തടവും കടന്ന്. അപ്പോൾ സാവന്ന, അതുപോലെ സഹാറ, കോങ്കോ ഇതൊക്കെ കടന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. അപ്പോൾ 3 രേഖകൾ: ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭൂമധ്യരേഖ എന്താണെന്നും ഉത്തരായന രേഖയെക്കുറിച്ചും ദക്ഷിണായന രേഖയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവ 3ഉം കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഏഷ്യയാണ്. അപ്പോൾ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ 3ഉം കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഏഷ്യയാണെന്ന് പറയാം. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ ഭൂഖണ്ഡത്തിനുള്ളത്. അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ മറ്റ് പ്രത്യേകത എന്താ പറഞ്ഞേ? വിശാലമായ സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതെന്ന് എടുത്ത് ചോദിക്കാം. അത് ഏതാ? ഏഷ്യയാണ്. സാവന്ന പുൽമേടുകൾ. അതുപോലെ ഇടതൂർന്ന മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ ഏത് ഭൂഖണ്ഡത്തിനുള്ളത്? ഏഷ്യൻ ഭൂഖണ്ഡത്തിനുള്ളത്. ആഫ്രിക്കയുടെ ഇനി ഭൂപടം 7.1 നിന്നും ആഫ്രിക്കയുടെ സ്വാഭാവിക അതിരുകൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആഫ്രിക്കയും വളരെ കൂടുതലുണ്ട് പഠിക്കാൻ. നമുക്ക് കുറച്ചുകൂടി പറഞ്ഞിട്ട് ഈ ഒരു ക്ലാസ് നിർത്താം. അപ്പം നോക്കാം. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പോൾ ഏഷ്യ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വലിപ്പത്തിൽ എത്രാം സ്ഥാനം? 2ാം സ്ഥാനം ഉള്ള ഭൂഖണ്ഡം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആഫ്രിക്കയാണ് വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭൂഖണ്ഡം. ഇനി ഇവിടെ ഗ്ലോബ് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും: ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായി ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡം ഏതാ? നമ്മുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. അപ്പോൾ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണെന്ന് പറഞ്ഞു. ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറ. അപ്പോൾ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏത് എന്ന് ചോദിച്ചാൽ ഏത് പറയണം? സഹാറയാണ്. അതുപോലെ ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ നമ്മുടെ കോങ്കോ നദീതടം. അപ്പോൾ കോങ്കോ നദീതടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ നദീതടമാണ് കോങ്കോ നദീതടം. ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതയാണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇവ രണ്ടും ഉൾപ്പെടുന്നത്. സഹാറയും കോങ്കോ തടവും അറ്റ്ലസിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാനും ചോദിച്ചിട്ടുണ്ട്. ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഒഴുകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഒഴുകുന്നത് ഏതിലൂടെയാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ. അപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാ? കിളിമഞ്ചാരോയാണ്. കിളിമഞ്ചാരോ പർവ്വതമാണ്. ആഫ്രിക്കയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് അറ്റ്ലസിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കിളിമഞ്ചാരോ പർവ്വതം നമ്മൾ പറഞ്ഞു. അപ്പോൾ കിളിമഞ്ചാരോ കൂടാതെ മറ്റേതെല്ലാം പർവ്വതങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. സിമിയൻസ് പർവ്വതം, സിമിയൻസ് എന്ന് പറയുന്നൊരു പർവ്വതമുണ്ട്. അതുപോലെ റുവൻസോറി. അപ്പോൾ ഏതൊക്കെയാണ്? സിമിയൻസ് നമുക്ക് എഴുതി പോകാം. സിമിയൻസ് അതുപോലെ റുവൻസോറി റുവൻസോറി പർവ്വതമുണ്ട്. ഡ്രാഗൻസ്ബർഗ്
ഡ്രാഗൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. പിന്നെ അറ്റ്ലസ് പർവ്വതമുണ്ട് കേട്ടോ. അറ്റ്ലസ് പർവ്വതമുണ്ട്. അറ്റ്ലസ് പർവ്വതം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പർവ്വതമാണ് കെന്യ പർവ്വതം. ഇത്രയും നമ്മുടെ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിമിയൻസ്, റുവൻസോറി, ഡ്രാഗൻസ്ബർഗ്, അറ്റ്ലസ് പർവ്വതങ്ങൾ, കെന്യ പർവ്വതം, കിളിമഞ്ചാരോ, ഇതെല്ലാം ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സഹാറ മരുഭൂമിയെക്കുറിച്ചാണ്. സഹാറ മരുഭൂമിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഈ ക്ലാസ് നിർത്താം. മേഖലാ മഴക്കാടുകളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പം നമ്മൾ സഹാറ മരുഭൂമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. അപ്പോൾ ഭൂമിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? സഹാറയാണ്. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അപ്പോൾ സഹാറ മരുഭൂമിയുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്നതാണ് സഹാറ എന്ന് പറയുന്നത്. നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. അപ്പോൾ സഹാറയുടെ മറ്റ് സവിശേഷത എന്താണ്? പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരുണ്ട്. എവിടെയാ? ഈ സഹാറ മരുഭൂമിയിൽ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സഹാറ മരുഭൂമിയുടെ വിശേഷം. ഇനി നമ്മൾ അടുത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമുക്കപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടണം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാനുണ്ട്. അങ്ങനെ എന്ത് ആയാലും എന്ത് കമൻ്റ് ആയാലും പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.